നമസ്കാരം. ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ ചങ്ങലകളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യമായ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് 1947 ഓഗസ്റ്റ് 15-നായിരുന്നു. ആ ദിവസത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ എല്ലാ വർഷവും ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത്. സമാനതകളില്ലാത്ത ചെറുത്തുനിൽപ്പിന്റെയും പോരാട്ടത്തിന്റെയും അനന്തരഫലമായിരുന്നു നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതപ്പെട്ട പേരുകളായ മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, താന്ത്യാ തോപ്പി, അബ്ദുൽ കലാം ആസാദ് തുടങ്ങിയവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം. ഇന്ന് 2024 നിന്നുകൊണ്ട് നോക്കുമ്പോൾ നമ്മുടെ രാജ്യം പുരോഗതിയുടെ പടവുകൾ എത്രയോ കയറിയിരിക്കുന്നു. ശാസ്ത്ര സാങ്കേതികം, വൈദ്യശാസ്ത്രം, ഗതാഗതം, വാർത്താവിനിമയം, വിദ്യാഭ്യാസം, പ്രതിരോധം എന്നീ മേഖലകളിൽ ഇന്ത്യ അസൂയാവഹമായ നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുന്നു. ലോക കിരീടങ്ങളും മറ്റു രാജ്യങ്ങളുമായുള്ള ഉറച്ച നയതന്ത്ര ബന്ധങ്ങളും ശക്തമായ സൈന്യവും എല്ലാം നമ്മൾ എത്തിപ്പിടിച്ച നേട്ടങ്ങളാണ്. നിർഭാഗ്യവശാൽ ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ ചിലപ്പോഴെങ്കിലും കലുഷിത സാഹചര്യങ്ങൾ ഉരുത്തിരിയാറുണ്ട്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപഭോഗം വല്ലാതെ വർദ്ധിച്ചിരിക്കുന്നു. സ്ത്രീ പീഡനങ്ങളും കൊലപാതകങ്ങളും സ്ത്രീധന മരണങ്ങളും ആത്മഹത്യകളും അഴിമതിയും ആവർത്തിക്കുമ്പോൾ നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുമോ എന്ന് സംശയിച്ചു പോകുന്നു. ഇവ ഇന്ത്യയുടെ ഒരു നേർചിത്രമായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അഭിമാനിക്കാനും ധാരാളമുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാലുള്ള ഭരണം എന്ന് നിർവചിക്കപ്പെട്ടിട്ടുള്ള ജനാധിപത്യ ഭരണം നിലകൊള്ളുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. എഴുതപ്പെട്ട സുശക്തമായ ഒരു ഭരണഘടനയും നമുക്കുണ്ട്. ഇവിടെ എല്ലാവരും തുല്യരാണ്. നാനാത്വത്തിലെ ഏകത്വമാണ് നമ്മുടെ അതിശയകരമായ ഒരു സവിശേഷത. ജാതി, ഭാഷ, വർഗ, വർണ്ണ, മത ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ മോചിപ്പിക്കാൻ അഹോരാത്രം അധ്വാനിക്കുകയും ചെയ്ത ഓരോ ധീരദേശങ്ങളെയും ഈ ദിനത്തിൽ നമുക്ക് സ്മരിക്കാം. നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്കായി നമുക്ക് കൈകോർക്കാം. എല്ലാ ഇന്ത്യക്കാർക്കും ശാന്തി സമാധാനം നേർന്നുകൊണ്ടും സ്വാതന്ത്ര്യ ദിനാശംസകൾ അർപ്പിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.